പിന്നെ പൂരവിശേഷങ്ങൾ എങ്ങനെയാണ്? പൂരവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഒരു വികാരമാണ് എന്ന് നമ്മൾ പറയില്ലേ. ഏത് ലോകത്ത് ഏത് മലയാളി ഉണ്ടോ ഇന്നിവിടെ ലീവ് എടുത്തിട്ട് ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും പൂരം കാണാൻ പറ്റും. എത്ര പൂരം കണ്ടിട്ടുണ്ട്? ഓർമ്മയുണ്ടോ? ഓ ഇല്ല, ഓർമ്മ വെച്ച കാലം പൂരം കാണാൻ പറ്റും. ഈ പൂരത്തിന് വരുമ്പോ ഏറ്റവും ഇഷ്ടം ഏതാ? എല്ലാം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ആനകളെ ഇഷ്ടമാണ്. രാമനെ വെയിറ്റ് ചെയ്യാണ്. അതെ, വെയിറ്റ് ചെയ്യാണ്. നേരത്തെ രാജ മിനിസ്റ്റർ പറഞ്ഞത് പതിവിൽ കവിഞ്ഞ ജനമാണ് ഇത്തവണ രാമന്റെ കൂടെ വരുന്നതെന്നാണ് പറഞ്ഞത് ചെമ്പൂക്കാവിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ തവണ പൂരത്തിന് വരുമ്പോഴും മനസ്സിൽ കുറെ ഓർമ്മകൾ ബാക്കിയാവാറില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ടോ പറയാൻ? അത് പിന്നെ പറയാനില്ലേ, വെടിക്കെട്ട് തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം. ഇത്തവണത്തെ സസ്പെൻസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും അല്ലേ? എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വെടിക്കെട്ടിന്. ഒരു ആശങ്ക ഉണ്ടായിരുന്നു വെടിക്കെട്ട് നടക്കുമെന്നൊക്കെ. പക്ഷേ അതൊക്കെ അനായാസം പരിഹരിച്ചു. തീർച്ചയായിട്ടും. ആ സമയം തോന്നിയിരുന്നോ യോ ഇത്തവണ വെടിക്കെട്ടുണ്ടാവും, അങ്ങനെ തോന്നിയിരുന്നോ? ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് കാരണം നമുക്കും അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ എല്ലാം പരിഹരിക്കുന്നുണ്ടല്ലോ, അതെന്നെ ഏറ്റവും വലിയൊരു കാര്യം.